ഇപ്പൊ കേൾക്കുന്ന ചില സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ധർമ്മടം അടക്കമുള്ള മണ്ഡലങ്ങളിൽ കരുത്തരായ സ്ഥാനാർത്ഥികൾ BJP ഇറക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ചില സൂചനകൾ വരുന്നുണ്ട്. ധർമ്മടത്ത് മുഖ്യമന്ത്രി മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലം അടക്കം. അതേപോലെ തന്നെ തളിപ്പറമ്പ് ഇപ്പൊ തളിപ്പറമ്പിലേക്ക് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയാണ് അവിടെ ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത് അത് സ്ഥാനാർത്ഥി ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. തളിപ്പറമ്പ് മണ്ഡലം ഇപ്രാവശ്യം ആദ്യം KK ശൈലജയുടെ പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് തളിപ്പറമ്പിലോ മട്ടന്നൂരോ ഒക്കെ അവർ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അത് ഉണ്ടായില്ല. MV ഗോവിന്ദൻ മാറിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കാണ് ഇപ്പൊ തളിപ്പറമ്പ് മണ്ഡലം വരാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് കൂത്തുപറമ്പിലും ഇതേ സ്ഥിതി തന്നെയാണ്. കൂത്തുപറമ്പിലും CPM-ന് നല്ല പേരോട്ടമുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിലും വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. BJP ശ്രദ്ധിക്കുന്നു അവിടെ വരാൻ പോകുന്ന ആളാരാണെന്നുള്ള കാര്യത്തിൽ. പിന്നൊന്ന് മട്ടന്നൂര് മണ്ഡലവും അതേപോലെ തന്നെയാണ്. പാർട്ടിക്ക് നല്ല പേരോട്ടമുള്ള CPM-ന് നല്ല പേരോട്ടമുള്ള മണ്ഡലമാണ്. അപ്പൊ ഈ 4 മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പൊ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. ഈ 4 മണ്ഡലങ്ങളില് ആരെ പ്രൊജക്ട് ചെയ്യാം? ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ എന്തെങ്കിലും ഒരു ജില്ലാ തലത്തിൽ ഒരു നേതാവിനെ മറ്റോ പ്രൊജക്ട് ചെയ്തിട്ട് കാര്യം ഉണ്ടാകുന്നില്ല. അതിന് ഒരു ദേശീയ അല്ലെങ്കിൽ ഒരുപക്ഷെങ്കിലും ഒരു കേരള ആംഗിളിലെങ്കിലും നോക്കണം. സംസ്ഥാന ആംഗിളിലെങ്കിലും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരാളിനെ കൊണ്ടുവരിക. അതല്ലെങ്കിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു നേതാവ് മത്സരിക്കട്ടെ എന്നുള്ള അതാണ് ആലോചന വരുന്നത്. അപ്പൊ അതിന്റെ ചില സൂചനകൾ നേരത്തെ തന്നെ വന്നു. C സദാനന്ദൻ മാസ്റ്ററെ CPM RS അവരുടെ സംഘർഷത്തെ തുടർന്ന് 2 കാലുകളും നഷ്ടപ്പെട്ട C സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ട് BJP എന്നൊരു തുടക്കം കുറിച്ചിട്ടുണ്ട്. വലിയൊരു ഇമേജാണ് അവർക്ക് അവിടെ കിട്ടിയത് അല്ലെ? പാർലമെന്റിലെ CPM-ന്റെ കണ്ണൂരിലെ പ്രത്യേകിച്ച് കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് അതിന് മറുപടി പറയുന്നതിന് ഇപ്പൊ സദാനന്ദൻ മാസ്റ്ററാണ് നിയമസഭ അവിടെ രാജ്യസഭയില്. അവർക്ക് അദ്ദേഹം ഒന്ന് എഴുന്നേറ്റാൽ മതി, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചാൽ മതി. ഇതാ നിങ്ങൾ എന്തെല്ലാം കേരളത്തിലെ അക്രമ രാഷ്ട്രീയം പറഞ്ഞാലും എന്താണ് ജീവിക്കുന്ന രക്തസാക്ഷി എന്നുള്ള നിലയിൽ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടില്ലേ നമ്മള് അദ്ദേഹം രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ചയിൽ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ 2 കൃത്രിമ കാലുകളും അവിടെ മേശപ്പുറത്ത് ഉയർത്തി വെച്ച ശേഷമാണ് അദ്ദേഹം സംസാരിച്ചത്. വളരെ വികാരനിർഭരമായ പ്രസംഗമായിരുന്നു കേട്ടോ. 2 കാലുകളും പോയതിനെ കുറിച്ച് അദ്ദേഹം സഭയിൽ വളരെ അക്ഷരാർത്ഥത്തിൽ ശബ്ദമായി പോയ ഒരു പ്രസംഗം തന്നെയായിരുന്നു അത്. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ വേറെ ചില ന്യായീകരണങ്ങളുണ്ട്.